Hello friends, welcome to Evergreen English. In this video, we are studying about conditional clause. സ്കൂൾ കോളേജ് തലങ്ങളിലും PSC SSC പരീക്ഷകളിലും സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് കണ്ടീഷണൽ ക്ലോസ്. PSCയുടെ 30 ചോദ്യപേപ്പറുകൾ പരിശോധിച്ചതിൽ 24 തവണയും ഈ ക്ലോസ് ചോദിച്ചതായി കാണുന്നുണ്ട്. ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതുപോലെ വിശദാംശങ്ങളും ഈ വീഡിയോയോടൊപ്പം ഒരു ലിങ്കായി ചേർക്കുന്നു. ആ ലിങ്ക് തുറന്ന് നിങ്ങൾക്ക് ഏവർക്കും പരിശീലിക്കാവുന്നതാണ്. വാട്ട് ഈസ് കണ്ടീഷണൽ ക്ലോസ്? എന്താണ് കണ്ടീഷണൽ ക്ലോസ്? ഇഫ്, അൺലെസ് എന്നിവയിൽ ആരംഭിക്കുന്ന ക്ലോസുകളെയാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. എ ക്ലോസ് begins with if or unless is called conditional clause. ഒരു കണ്ടീഷണൽ ക്ലോസിന് പ്രധാനമായി 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. There are 2 main parts in a conditional clause. Which are they? Let's see. If you practice well, if you practice well, you will get a job. ഇവിടെ 2 ക്ലോസുകളാണ്. നമുക്ക് നോക്കാം എന്താണ്, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദീസ് ക്ലോസസ്. ഈ ക്ലോസ് ആരംഭിക്കുന്നത് ഒരു സബ്ജക്റ്റിലാണ്. ഇംഗ്ലീഷിലെ ഒരു സാധാരണ സെന്റൻസ് ആരംഭിക്കുന്നത് സബ്ജക്റ്റിലാണ്. A sentence begins with a subject in an ordinary sentence. So you is the subject. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനാണ് വെർബ് വരുന്നത്. അതായത് വെർബ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സബ്ജക്റ്റ് എന്നാണ്. അവിടെ ഇതനുസരിച്ച് പ്രാക്ടീസ് വെർബാണ്. മലയാളത്തിൽ നമ്മൾ വെർബ് സാധാരണ അവസാനമായി ചേർക്കും. അതായത് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഇങ്ങനെയുള്ള വാചകങ്ങൾ എല്ലാം വെർബ് അവസാനമാണ് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ വെർബ് വരണം. അതാണ് ഇവിടെ വേർഡ് ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. യു പ്രാക്ടീസ് വെൽ, ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ദിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇറ്റ് ഹാസ് എ സബ്ജക്റ്റ്, ഇറ്റ് ഹാസ് എ വെർബ്. Its meaning is complete. ഇതിന്റെ ഒരു മീനിങ് ഉണ്ട്. Its meaning is complete. So it is a clause. ഇവിടെയും നോക്കൂ, you subject will get verb. ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. It has a meaning. ഇതിനൊരു മീനിങ് ഉണ്ട്. ഇത് പൂർണ്ണമാണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ ഇവിടെ വെക്കുക. ഹിയർ ഐ പുട്ട് എ കണ്ടീഷൻ. if you practice well. if you practice well എന്ന് പറയുമ്പോൾ എന്റെ മീനിങ് പൂർണ്ണമല്ലാതെ ഇവിടെ ഈ ക്ലോസ് ആരംഭിക്കുന്നത് ഈഫിലാണ്. ഇതിനെ നമ്മൾ if ക്ലോസ് എന്ന് വിളിക്കും. So it is called if clause because it begins with if. It has a subject, it has a verb. Its meaning is not complete. ഇതിന്റെ മീനിങ് എന്തല്ല, പൂർണ്ണമല്ല. നിങ്ങൾ നല്ലതുപോലെ പരിശീലിക്കുന്നു എങ്കിൽ, ഒരു കണ്ടീഷൻ പരിശീലിക്കുന്നു എങ്കിൽ നെക്സ്റ്റ് ക്ലോസിൽ പറയുന്നത് സംഭവിക്കും. If this happen, that will happen. അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആശയം പൂർണ്ണമല്ല. ഇതിന് സ്വന്തമായി നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ക്ലോസുകളെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് വിളിക്കുക.
ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഇവിടെ തന്നെ ഈഫ് ക്ലോസ് എന്ന് വിളിക്കാം. ഇപ്പൊ ഈഫിന്റെ സ്ഥാനത്ത് നമ്മൾ അൺലെസ് വെക്കുന്നു. അൺലെസ് വെച്ചാൽ അത് അൺലെസ് ക്ലോസ് ആണ്. എന്നിട്ടും ഇതിന് ഈഫ് ക്ലോസ് എന്ന് വിളിക്കും, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇതിന് ആശയം ഇതിന് സ്വന്തമായി നിൽക്കാൻ കഴിയുന്നില്ല. അത് ഡിപ്പെൻഡന്റ് ആണ്, ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഇവിടെ നോക്കൂ, യു വിൽ ഗെറ്റ് എ ജോബ്. യു വിൽ ഗെറ്റ് എ ജോബ് എന്ന് പറഞ്ഞാൽ ആശയം കംപ്ലീറ്റ് ആണ്. സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, ഇതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ബൈ ഇറ്റ്സ് ഓൺ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. സോ ഇറ്റ് ഈസ് മെയിൻ ക്ലോസ് or principal clause or it is result clause. If this happen, that will happen. അങ്ങനെയാണ്. അന്നേരം ഇത് മെയിൻ ക്ലോസ് ആണ്. നമ്മൾ അറിയേണ്ടതേ ഉള്ളൂ, ഈ ക്ലോസ് കണ്ടീഷണൽ ക്ലോസുകൾ പ്രധാനമായി രണ്ട് പാർട്സ് ആണ് ഉള്ളത്. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഈവ് ചേർന്ന് വരുന്നതിന് നമ്മൾ ഈ ക്ലോസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷിന് 4 തരം ഈഫ് ക്ലോസ് ആണുള്ളത്. How many kinds of if clause are there in English? There are 4 kinds of if clause in English. Which are they? First one, zero type. For zero type, നമ്മളിപ്പോ ഈ if clause സാധാരണ ചോദിക്കുക, ഒരു പാർട്ട് തന്നിട്ട് അടുത്ത പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് if you study എന്ന് പറയുന്നത് ഈ പാർട്ട് നമ്മളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറയും, കംപ്ലീറ്റ് ദി ഫോളോയിങ് പറയും. അതായത് നമ്മൾ ഇവിടെ അറിയേണ്ടത് ഈ ക്ലോസിലെ ഈ വെർബിന്റെ ഫോം എന്ന് അറിഞ്ഞാൽ ഏത് വെർബാണ് വന്നിരിക്കുന്നത് അതിന് ചേർന്ന ഒരു വെർബ് നമ്മൾ ഈ ഭാഗത്ത് എഴുതിയാൽ ഇത് പൂർണ്ണമാകും. എന്നാൽ ആ വെർബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു സബ്ജക്റ്റിലാണ് നമ്മൾ സെന്റൻസ് ആരംഭിക്കും. ഇഫ് യു സ്റ്റഡി, യു സബ്ജക്റ്റ് ആണ്, സ്റ്റഡി വെർബാണ്. ഇവിടെ നോക്കൂ, യു സബ്ജക്റ്റ് ആണ്, വി വെർബാണ്. ഇവിടെ ഈ വെർബ് V1 ആണ്, ഇവിടെയും V1 ആണ്. ഇത് സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് സാധാരണ പരീക്ഷയിൽ ചോദിക്കാറില്ല. നമുക്ക് ടൈപ്പ് 1ലേക്ക് പോകാം. ടൈപ്പ് 1 ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഇവിടെ നോക്കൂ, സബ്ജക്റ്റ് യു ആണ്, വെർബ് V1 ആണ്. നെക്സ്റ്റ് ക്ലോസിൽ നോക്കൂ, വെർബ് വിൽ പ്ലസ് V1 ആണ്. അന്നേരം ഈ ക്ലോസിൽ V1 വരുമ്പോൾ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ഉപയോഗിക്കും. നമ്മൾ അറിയണം വാട്ട് ഈസ് V1. എന്താണ് V1? V1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് 4 വെർബ്സ് ഫോം ആണുള്ളത്. There are 4 ബേസിക് വെർബ് ഫോംസ്. അടിസ്ഥാനപരമായിട്ട് 4 ഫോമുകളാണ്. ഒന്ന് V1, നെക്സ്റ്റ് V2, നെക്സ്റ്റ് V3, V4. V1 means verb 1. V1 means present. V2, verb 2 means verb past. V3, verb 3 means past participle. Next V4 means present participle. ഈ V1 എന്താണെന്നുള്ളത് ഇതിന് ഒരു ഫോമാണ് V1. ഇനി V ഫോം എങ്ങനെയാണ് കിട്ടുക? V ഫോം കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ ഭാഷകളിലും V1 ഫോമുകൾ. ഇപ്പൊ മലയാളം നമ്മൾ പറയുമ്പോ ചെയ്യുക, അതിന്റെ ഇവിടെ നമ്മൾ ഉന്നു ചേർക്കും. അന്നേരം എന്ത് കിട്ടും? ചെയ്യുന്നു, കറങ്ങുന്നു, തിന്നുന്നു, ചാടുന്നു, പഠിക്കുന്നു, ഇങ്ങനെയാണ്. അന്നേരം ഒന്നാണ് ചേർക്കും. നമുക്കിവിടെ V1 കിട്ടും മലയാളത്തിൽ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പൊ ഞാനൊരു റൂട്ട് പറയാം. അപ്പൊ ഇവിടെ റൈറ്റ് ഒരു റൂട്ടാണ്. അതിലൂടെ നമ്മൾ ഡസ് ചേർക്കുമ്പം റൈറ്റ്സ് കിട്ടും. ഇവിടെ നമ്മൾ ഡു ചേർത്താലോ റൈറ്റും കിട്ടും. അന്നേരം ഡസ് ചേർത്താൽ റൈറ്റ്സ് കിട്ടും,
ഡു ചേർത്താൽ റൈറ്റ്. റൈറ്റ് പ്ലസ് ഡസ് റൈറ്റ്സ്. റൈറ്റ് പ്ലസ് ഡു റൈറ്റ്. ഇംഗ്ലീഷ് നമ്മൾ അങ്ങനെ ഡസും ഡു ഉന്നൂന് പകരം നമ്മൾ ഡസും ഡൂമാണ് V1 കിട്ടാൻ വേണ്ടി ചേർക്കുന്നത്. ഹിന്ദിയിലാണെങ്കിൽ ഇത്രൂടെ കൂടുതലാണ് അതിന്റെ ഫോമുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് പട് പടിന്റെ കൂടെ അതിന്റെ V1 കിട്ടാൻ വേണ്ടി താഹേ തേഹയും തീഹേ തീഹയും അതുപോലെ താഹും തേഹോ സബ്ജക്ട് മാറുന്നതിനനുസരിച്ച് ഫോമുകൾ മാറിക്കൊണ്ടിരിക്കും. അത് ഇംഗ്ലീഷിൽ അത് എളുപ്പം രണ്ട് ഫോമേ ഉള്ളൂ. V1 ആയിട്ട് നമ്മള് V1 എന്ന് പറയുന്നത് രണ്ട് ഫോമേ ഉള്ളൂ. എസ് ഉള്ളതും എസ് ഇല്ലാത്തതും. എസ് ഉള്ളതും എസ് ഇല്ലാത്തതും V1 ആണ്. എസ് ഉള്ളത് സിംഗുലർ ആണ്, എസ് ഇല്ലാത്തത് പ്ലൂറൽ. വാട്ട് ഈസ് സിംഗുലർ? സിംഗുലർ മീൻസ് വൺ, പ്ലൂറൽ മീൻസ് മോർ ദാൻ വൺ. കാരണം V1 എന്താണ്? ഇങ്ങനെയാണ് V1 ഉണ്ടാകും. അപ്പൊ നമുക്ക് ഏത് വെർബിന്റെ വേണ്ടിയില്ല. ഗോ ഗോ പ്ലസ് ഡസ് ഗോസ്. ഗോ പ്ലസ് ഡു ഗോ. കം കം പ്ലസ് ഡസ് കംസ്. കം പ്ലസ് ഡു കം. ഈറ്റ് ഡസ് ഈറ്റ്സ്. ഈറ്റ് ഡു ഈറ്റ്. അതെയാണ്. അതുപോലെ V1 എന്ന് പറഞ്ഞാൽ മറ്റ് ചില ഫോം ചില കാര്യങ്ങൾ മെയിൻ വെർബിന്റെ കാര്യം ഈ പറഞ്ഞു. ബി ഫോമുകൾ V1 ആയിട്ട് ഈസ് ആം ആർ. ഈസ് ആം ആർ V1 ആണ്. ഹാസ് ഹാവ് V1 ആണ്. ഹാസ് ഹാവ് ഹാവ് ഫോം ആണ്. ഹാവിന്റെ കൂടെ ഡസ് ചേരുമ്പോഴാണ് ഹാസ് കിട്ടുന്നത്. ഹാവിന്റെ കൂടെ ഡു ചേരുമ്പോഴാണ് ഹാവ് കിട്ടുന്നത്. ഹാവിന്റെ കൂടെ ഡിഡ് ചേരുമ്പോഴാണ് ഹാഡ് V2 ആണ്. അന്നേരം ഹാസും ഹാവും V1 ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈസ് ആം ആർ ചേർത്ത് നമുക്ക് ഈ ക്ലോസ് പറയാൻ പറ്റും. ഇപ്പം if I am a teacher, I will teach. If I am a doctor, I will find medicine for coronavirus. If he is hungry, he can eat something. If you are hungry, you can eat an apple. അവിടെ ബി ഫോം ആണ്. ഈസ് ആണ് V1 ആണ്. അതുപോലെ ഹാസ്. If I have money, I will help others. If I have money, I will buy a car. If I have money, I will buy a house. അതാണ് if. അതാണ് ഹാവും V1 ആണ്. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ if you practice എന്ന് പറയുമ്പോൾ സബ്ജക്ട് യു ആണ്. V1 ആണ് V1 പ്രാക്ടീസ്. ആ പ്രാക്ടീസിന് ഒരു സിംഗുലർ ഫോം ഉണ്ട്, പ്രാക്ടീസസ്. ഇവിടെ യു വിൽ ഗെറ്റ് ആണ്. കാരണം ഇവിടെ V1 ആവുമ്പോൾ ഇവിടെ വിൽ പ്ലസ് V1 ആണ്. ഇതാണ് അതിന്റെ ഒന്നാമത്തെ റൂൾ. ഇപ്പൊ പ്രാക്ടീസ്. ഏത് ഭാഷ എന്ത് നമ്മൾ പഠിക്കുന്നെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് പ്രാക്ടീസ്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ദാറ്റ് മേക്ക് യു പെർഫെക്റ്റ്. അത് ഒരുപാട് പ്രാക്ടീസ്. ഇപ്പൊ ഉദാഹരണത്തിന് എറിക്ഷൻ ഫോമുലയുണ്ട്. എഡിഷൻ പറയുന്നത് 10,000 അവേഴ്സ്. 10,000 അവേഴ്സ് നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ അതിൽ നമ്മൾ മാസ്റ്റർ ആവും, നമുക്കത് പ്രാവീണ്യം നേടാം. അതാണ് 10,000 അവേഴ്സ് ഫോമുല. അപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിൽ ഏറ്റവും അധികം ഗോൾഡ് മെഡൽ വാങ്ങിയ മൈക്കേൽ ഫെൽപ്സ്, അദ്ദേഹം കുട്ടിക്കാലത്ത് ഡെഫിഷ്യൻസി സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഒരു ഡോക്ടർ പറഞ്ഞു സ്വിമ്മിങ് പ്രാക്ടീസ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് 6 വർഷം പ്രാക്ടീസ് ചെയ്തു. 10,000 അവേഴ്സ് മറികടന്നു. ഇന്ന് അദ്ദേഹത്തെ ആ സ്വിമ്മിങ്ങിൽ ലോക ചാമ്പ്യനാണ്. ആർക്കും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. That help you achieve your dream job. അതാണ്. ഇതുപോലെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ if you practice dash, you will get a job. If you study, you will pass. If you call her dash, call V1. Now will plus if you call her, she will come. അതാണ്. അങ്ങനെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും. ഇതിപ്പോ സാധാരണ ഒരാൾ പരീക്ഷ എഴുതാൻ പോവാണ്,
കുറെ പരീക്ഷയും കുറെ ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് കൊണ്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് അയാളോട് പറയാം, പഠിക്കുകയാണെങ്കിൽ നീ നല്ലപോലെ പഠിച്ചാൽ ജയിക്കും. അതാണ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ആ യു വിൽ പാസ് തന്നെ വരണമെന്നില്ല. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സ്കോർ ഹൈ മാർക്സ്. അതാണ്. അങ്ങനെ ആ സന്ദർഭത്തിന് യോജിച്ച ഒരു വി ഫോമും അതുപോലെ തന്നെ വില്ലും ചേർത്ത് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടാണ് ഇഫ് ക്ലോസ്. അതായത് ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഈ ടൈപ്പ് 1നെ നമ്മൾ വിളിക്കുന്ന ടൈപ്പ് 1 ഈസ് കോൾഡ് പോസിബിൾ ക്ലോസ് ഓർ ലൈക്ലി ക്ലോസ്. ആക്ച്വൽ ക്ലാസ് ആണ്, റിയൽ ക്ലാസ് ആണ്. അന്നേരം അതാണ്. അങ്ങനെ വരുമ്പോ ഈ പോസിബിൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യത. വാട്ട് ആക്ച്വലി ഹാപ്പൻസ്, ഇഫ് ദിസ് ഹാപ്പൻ ദാറ്റ് വിൽ ഹാപ്പൻ. വാട്ട് ആക്ച്വലി ഹാപ്പൻസ് എന്ന് പറയാനാണ് നമ്മൾ ഈ ക്ലോസ് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പോസിബിൾ ക്ലോസ് ഓർ അൺലൈക്ലി ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് 2. ടൈപ്പ് 2 നോക്കൂ. ഇവിടെ സബ്ജക്റ്റ് ആണ്, യു ആണ് സബ്ജക്ട്. സ്റ്റഡീഡ് B2 ആണ്. അന്നേരം എന്ത് ചേഞ്ച് അവിടെ വന്നേ? വിൽ വുഡ് ആയി. ഇവിടെ V1 തന്നെ, വുഡ് പ്ലസ് V1. ഇവിടെ വിൽ ചേഞ്ച് ഇൻടു വുഡ്. സ്റ്റഡി V1 ചേഞ്ച് ഇൻടു V2. ഈ ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ചേർക്കും. അതാണ് ആ ഒരു ഫോർമുല, ആ ഒരു റൂൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അത് പാസ്റ്റ് ടെൻസ് ആണ്. ടെൻസിനെ കുറിച്ചൊന്നും നമ്മൾ ബോധം ചെയ്യുന്നത്. ഈ ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസ്, അതായത് റിസൾട്ട് ക്ലോസ്, അതായത് പ്രിൻസിപ്പൽ ക്ലോസ്, അതിൽ വുഡ് പ്ലസ് V1 ചേർക്കും. ഇഫ് യു സ്റ്റഡി യു വുഡ് പാസ്. അത് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? അൺലൈക്ലി ക്ലോസ്, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആണ്, സാങ്കല്പികമാണ്. പ്രസന്റിലും ഫ്യൂച്ചറിലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. ഉദാഹരണത്തിന് പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു, പരാജയപ്പെട്ടു. നമുക്ക് പറയാൻ പറ്റും, അന്നേരം പരീക്ഷ പഠിച്ചായിരുന്നെങ്കിൽ ജയിച്ചേനെ. അതിന് സാധ്യതയില്ല. പരീക്ഷ കഴിഞ്ഞു റിസൾട്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. ഇവിടെ പ്രാക്ടീസ് എന്നാണ്. അന്നേരം V2 ആവുമ്പോൾ ഈ V1 V2 ആവുമ്പോഴത്തേക്കും ഇവിടെ പ്രാക്ടീസ് ഇടാവും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ റൂട്ടിനോട് കൂടി ഡസ് ഡു ചേർത്തിട്ടാണ് V1 ഉണ്ടാക്കിയത്. ഹൗ വി ഫ്രെയിം V1? റൂട്ട് പ്ലസ് ഡസ് ഓർ ഡു എന്ന റൂട്ട് പ്ലസ് ഡിഡ് ചേർത്ത നമുക്ക് V2 കിട്ടും. എക്സാമ്പിൾ, പ്രാക്ടീസ് പ്ലസ് ഡിഡ്, പ്രാക്ടീസ്ഡ്. വർക്ക് പ്ലസ് ഡിഡ്, വർക്ക്. ക്ലീൻ പ്ലസ് ഡിഡ്, ക്ലീൻ. വാഷ് പ്ലസ് ഡിഡ്, വാഷ്. വാച്ച് പ്ലസ് ഡിഡ്, വാച്ച്. അതാണ്. അങ്ങനെ അവിടെ ഡിഡ് ചെയ്തു. ഇനി ഇപ്പം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷന്റെയും കൂടി ഡി ചേർക്കുമ്പോൾ അവസാനം ED ആണ്. സ്റ്റഡി. അന്നേരം അങ്ങനെ അല്ലാത്ത ചില സ്ട്രോങ് വെർബ്സുകളുണ്ട്. ഇംഗ്ലീഷിൽ സ്ട്രോങ് വെർബ്സും വീക്ക് വെർബ്സ് ഉണ്ട്. ഈ സ്ട്രോങ് വെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് ഡിഡ് ചേർക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ സിംഗിന്റെ കൂടെ ഡിഡ് ചേർക്കുമ്പോൾ എന്താ കിട്ടുക? സാങ്. ഇതെങ്ങനെ കിട്ടി? സിംഗിനകത്ത് വോവൽ സൗണ്ട് ഉണ്ട്. അത് ഇങ്ങനെ മാറി. ഐ എന്നുള്ള വവൽ ഇവിടെ I എന്നുള്ള വവൽ A എന്നായി മാറി. ഇതിന്റെ B3 ആവാൻ വേണ്ടി നമ്മൾ AU ആക്കിയാൽ മതി. IAU പാറ്റേൺ. സിംഗ്, സാങ്, സൺ. റിംഗ്, റാങ്, റങ്. ഡ്രിങ്ക്, ഡ്രാങ്, ഡ്രങ്ക്. അതുപോലെ ബിഗിൻ, ബിഗാൻ, ബിഗൻ. ക്ലീൻ, ക്ലാങ്, ക്ലാങ്. അവിടെ ആ വവൽസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ V2 ഉണ്ടാക്കുക. ഓക്കെ,
നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇഡിയിൽ അവസാനിക്കുകയാണെങ്കിൽ അത് V2 തന്നെ. അങ്ങനെ ഈ ക്ലോസിൽ V2 വന്നാൽ അടുത്ത ക്ലോസിൽ വുഡ് പ്ലസ് V1 വരണം. ഇഫ് യു സ്റ്റഡി നീ നമ്മള് V2 ബി ഫോം ഉണ്ട്, പാസും വേറും V2 ആണ്. അതുപോലെ ഹാഡ് V2 ആണ്. ഡിഡ് വേണമെങ്കിൽ സെപ്പറേറ്റ് വെർബായിട്ട് വരാം, അതും V2 ആണ്. അങ്ങനെ അത് ഉദാഹരണത്തിന് if I were a bird, ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ I would fly all over the sky, across the sky. If I were the Prime Minister, I would stop all corruptions. If I were the Prime Minister, Mahatma Gandhi പറഞ്ഞു, if I were the Prime Minister, I will close all the liquor shops in the country. അവിടെ ഐയുടെ സാധാരണ നമുക്ക് സാധാരണ വാസ ചേർക്കുക, ഇവിടെ വേർ കൺസ്ട്രക്ഷൻ ആണ്, ഇമാജിനറി ക്ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ വേർ ചേർക്കുക. If I were a bird, if I were a bird, I would fly. If I were the Prime Minister, I would stop. I would close. അങ്ങനെ നമുക്ക് പറയാം. If I had money, I would help others. If I had money, I would buy a car. If I had money, I would buy a plot. ഇങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ if I studied well, I would pass. എന്ന് പറഞ്ഞില്ല, നമുക്ക് ഇഷ്ടമായ സന്ദർഭത്തിൽ മാറ്റിയെടുക്കാം. If I studied well, I would score high marks. അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയാണ് V2. നമ്മൾ അറിയേണ്ടതേ ഉള്ളൂ, ഈ ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ചേർത്ത്. നെക്സ്റ്റ് ടൈപ്പ് 3 ആണ്. ഈ ടൈപ്പ് 3 നമ്മൾ വിളിക്കുന്നത് ഇമ്പോസിബിൾ കണ്ടീഷൻ ആണ്. ടൈപ്പ് 3 ഈസ് കോൾഡ് impossible clause or unreal clause or imaginary clause. ഇത് just imagination മാത്രമാണ്. No possibility in the past. If you had studied, you would have passed. Had studied, would have passed. അങ്ങനെ ഇവിടെ വുഡ് എന്നുള്ളടുത്ത് നമ്മൾ ഇവിടെ V2 ഉള്ളത് ഹാഡ് പ്ലസ് V3 ആയി. ഹാഡ് പ്ലസ് V3. ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 ആയി. വുഡ് ഹാവ് പ്ലസ് V3. അങ്ങനെ V3 കിട്ടുന്ന നമ്മൾ പറഞ്ഞു. ഇഡിയിൽ അവസാനിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും V3യും ED തന്നെയാണ്. നീഡ്, വാഷ്, വാച്ച്, കുക്ക്, ബുക്ക്, ലിക്ക്, പിക്ഡ് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഈ വവൽ ചേഞ്ചസ് വരുന്നിടത്ത് ധാരാളം പാറ്റേൺസ് ഉണ്ട്. V1 ഈ വെർബുകളുടെ വീക്ക് ഫോംസും സ്ട്രോങ് ഫോംസും നമ്മൾ പിന്നീട് വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ അറിയുക ഈ വവൽ ചേഞ്ചസിലൂടെ V1ഉം V3യും V2ഉം V3യും ആകുന്ന ചില ഫോം വർക്സുകളുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ ആ വവൽ ചേഞ്ചസ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ചിലയിടത്ത് I A ആയി, ചിലയിടത്ത് I O ആവുക. ഫോർ എക്സാമ്പിൾ റൈറ്റ് അവിടെ I O ആയി ചേഞ്ച് ചെയ്യും. അതിന് റൂളുണ്ട്. റൈറ്റ്, റോഡ്, റിട്ടേൺ, ആ O വീണ്ടും I ആയിട്ട് മാറും. റൈറ്റ്, റോഡ്, റിട്ടേൺ, റൈറ്റ്, റൈസ്, റോസ്, റൈസൺ അങ്ങനെ വരും. ഓക്കെ, അങ്ങനെ V3 ചേർക്കും. If you had studied, you would have passed. If you had practiced well, dash. If you had practiced well, you would have got. Get in the V3 got on. You would have got
a job. If he had seen the signal, if he had seen the signal, he would have stopped the car. അതാണ് അങ്ങനെ അവിടെ ഹാഡ് പ്ലസ് രീതി വരുമ്പോൾ അടുത്ത വുഡ് ഹാവ് വരിക. അതാ ഇപ്പം അങ്ങനെയുള്ള എത്ര എക്സാമ്പിൾസ് നമ്മളിരിക്കുന്നത് നമുക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റും. ആ V1 V2 V3 ഫോം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം if he had stolen the money, if he had stolen subject കഴിഞ്ഞാൽ had stolen, the police would have arrested him. Police would have arrested him. അതിനുവേണ്ടി ആ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ഈ ക്ലോസ് പാസ്റ്റ് വോയിസിലേക്ക് പറയാം. If he had stolen the money, the police എന്നുള്ള മാറ്റിയിട്ട് നമ്മൾ അവസാനമുള്ള ഹിം ഹി ആവും. അതായത് ഓബ്ജക്റ്റിലാണ് തുടങ്ങുന്നത്. He would have been arrested. He would have been. ഇങ്ങനെ would have ചേർന്ന് വരുന്ന ഒരു സെന്റൻസിൽ ബീൻ വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ മനസ്സിലാക്കുന്നത് പാസീവ് വോയിസാ. He would have been arrested. അവിടെ നമ്മൾ ആ would have എന്നുള്ള ഫോം കൊടുത്താൽ മതി. ബീൻ വന്നാൽ അത് പാസീവ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ധാരാളം എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ് പഠിക്കുക. അത് ഉദാഹരണത്തിന് if I had known her address, if I had known her address, I would have returned to her. അതായത് ജസ്റ്റ് നമ്മൾ എന്താ പറയാൻ ഈ ക്ലോസിൽ ആ വെർബിന്റെ 3 ഫോം അറിയാമെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്ലോസ് പോസിബിൾ ലൈക്ലി ക്ലോസ്, രണ്ടാമത്തത് അൺലൈക്ലി ഓർ ഹൈപ്പോത്തറ്റിക്കൽ, നെക്സ്റ്റ് ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഇമാജിനറി ക്ലോസ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വെർബിന്റെ ഫോം അറിയുക, വെർബിന്റെ ഫോം പഠിച്ചുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഈ ക്ലോസിന്റെ കുറെ എക്സാമ്പിൾസ്, അതായത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള 24 ചോദ്യങ്ങൾ, അവയുടെ ഉത്തരവും വിശദാംശങ്ങളും ഈ വീഡിയോയുടെ എൻഡിൽ ചേർന്നിരിക്കുന്ന ലിങ്ക് തുറന്ന് നിങ്ങൾ പരിശീലിക്കുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് യുവർ ഡ്രീം ജോബ്. അതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.